വൈകുന്നേരം ആയാലും ഉയരത്തോട് ഉയരം ഡോണറ്റ് വേണം പറഞ്ഞു. ഏതോ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് കയറിയ ബാധ്യ. ചോറും കറിയിൽ വെക്കുന്ന വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായി ഞാൻ പ്രൊഫഷണൽ കുക്ക് എന്ത് പറഞ്ഞാലും ഉണ്ടായിത്തരും. അങ്ങനെ അതൊന്ന് ഡീലാക്കേണ്ടിയിട്ടിരുന്നതാണ് ഞങ്ങൾ രണ്ടാളും. അവസാനം ഞങ്ങൾ ക്രീം ബണ്ണിലെത്തി. ക്രീം ബൺ ഡീൽ ഓർ നോ ഡീൽ, അതങ്ങനെ ഡീലായി. അങ്ങനെ പൈസ എല്ലാം പെറുക്കി ഞങ്ങൾ രണ്ടാൾ പീടിയിലേക്ക് പോയി. ഓൻ്റെ ഹോട്ടൽ ചെണ്ടാൽ വിചാരിക്കും ഇപ്പം പീടിയിലെത്തും. ഒരു നായ്ക്കുട്ടിനെ കണ്ടിട്ട് പോയാലും സ്പീഡിലോ തിരിച്ചും നോക്കി കണ്ട. ഇപ്പോൾ ഓമുള്ളൊത്തൊരുമൊന്നും തിരിച്ചു വരുമ്പോണ്ടാകില്ല. പീടിയിലെത്തി ഓൻ്റെ സ്വഭാവം മാറും, എൻ്റെ സ്വഭാവം മാറും. ഇവിടുന്ന് പോകുമ്പോൾ എല്ലാം താക്കീതും കൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടുപോകുക. അത് മണിത് പറഞ്ഞു ഉയരുണ്ടാക്കത്തെന്ന് പറഞ്ഞിട്ട് 4 കടയെത്തി ഓൻ്റെ സ്വഭാവം മാറും. ഇതാണ് ഞങ്ങളെ കുറങ്ങാതെ പീടിയ. ഇത് ഞങ്ങളെ കാണാറട്ടെ കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞു. അങ്ങനെ ബന്നും സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് പെറുക്കി തന്നെ പോയി. വരുമ്പോൾ ഇല്ലാത്ത ലിസ്റ്റൊക്കെ പോകുമ്പോൾ ഉണ്ടാവും കണ്ട അവൻ്റെ കയ്യിൽ. പുരയിലെത്തി ഞങ്ങൾ ക്രീം ബണ്ണിൻ്റെ പരിപാടി തുടങ്ങി. എന്തൊക്കെ തട്ടിക്കൂട്ടി ക്രീമാക്കിയേക്ക് അത് ബന്നിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് എല്ലാം സെറ്റാക്കി. എന്നാലും എനിക്ക് തിരിയാത്ത ഞാനിതിനപ്പുറം പ്ലേറ്റ് വെച്ചെന്ന്. അങ്ങനെ എല്ലാ ബന്നിൻ്റെ ഉള്ളിലും ക്രീം തേച്ചോട് തട്ടിക്കൂട്ടി ക്രീം ബണ്ണ് റെഡിയാക്കി. അത് അവൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് കൊടുത്തിട്ടും വലിയ തെളിച്ചൊന്നുമില്ലായിരുന്നു. ഞാനിത് പൊളിച്ച് നോക്കട്ടെ 100 രൂപ എന്നോട് ചോദിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയാം. ക്രീം എല്ലാം ഒന്ന് തോണ്ടി എടുത്തിട്ട് ബന്നാടെ വെച്ചിട്ട് എനിക്ക് തരികയാണ്. ഉള്ള ബന്നാണ് എനിക്ക് തിന്നാനാന്നിട്ട് പിന്നെ ഓൻ്റെ കൂടി തിന്നാൻ കണ്ട. അതാ ഞാൻ പറഞ്ഞു.